സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ എനർജിയാണ്. എന്ത് എനർജിയാണ് യൂണിവേഴ്സ് താങ്കളിലേക്ക് തരാൻ പോകുന്നുള്ളത്. രണ്ടാമത്തെ കാർഡ് ഇത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, എന്താണ് ഗൈഡൻസ് എന്നുള്ളത്. മൂന്നാമത് എന്ത് കാര്യത്തിലാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് യൂണിവേഴ്സ് നമുക്ക് കരുതി വെച്ചിട്ടുള്ളത് നമുക്ക് ചോദിക്കാം. എന്ത് കാർഡാണെന്നുള്ളത്. ഈ കാർഡ് എന്ന് പറയുന്നത് ഹീറോഫൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് മേജർ ആർക്കാന കാർഡാണ്. മേജർ ആർക്കാന എന്ന് പറയുന്നത് ഒരു ആത്മീയ പാഠത്തിൻ്റെ കാർഡാണ്. ഇതിൽ നമ്മൾ എന്താണ് കാണുന്നത് വെച്ചാൽ ഒരു വ്യക്തി മറ്റു രണ്ട് വ്യക്തികളെയും പഠിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇത് പാരമ്പര്യം, ട്രഡീഷൻ എന്നൊക്കെ ഒരു അർത്ഥം വരുന്ന കാർഡാണ്. സ്റ്റേറ്റസ് കോ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്തൊരവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. അതൊരു പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. എന്താണോ സംഭവിക്കുന്നത് അതിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇന്നിരുന്ന ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ ടവർ എന്ന് പറയുന്ന കാർഡാണ്. ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് കാർഡാണ് എന്നുള്ളത്. ടവർ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി എന്നൊരു അർത്ഥമാണ്. ഇത് ഗൈഡൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഗൈഡൻസ് ആയിട്ടാണ് വരുന്നത് പറയുമ്പോൾ ഇന്ന് നമ്മളോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥിരതയെ തകർക്കുന്ന രീതിയിലൊന്നും ഇന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ചാടിക്കയറി വല്ലതിലും ഒപ്പിടാൻ പോവുകയോ അല്ലെങ്കിൽ ചാടിക്കയറി കടം വാങ്ങുകയോ ചാടിക്കയറി എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയോ അതുപോലത്തെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ രണ്ട് മേജർ ആർക്കാനക്കടകൾ ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്ക് വലിയ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് താങ്കളുടെ സ്ഥിരതയെ ആ ഒരു സ്റ്റേറ്റസ് കോനെ തകർക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് തരുന്നത്. എന്തിനാണ് നമ്മളിത് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പഠനത്തിൻ്റെ കാർഡാണെന്ന് വന്നിട്ടുള്ളത്. ഒന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അടിത്തറ അസ്ഥിവാരം ഇളക്കാനും പാടില്ല എന്ന്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥിവാരം നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റസ് കോ മാറ്റുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. കണ്ടിന്യൂ ലൈക്ക് ഇറ്റ് ഈസ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒപ്പം എന്തിൽ ഫോക്കസ് ചെയ്യണം, മണിയിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കുറച്ച് കാശ് വന്ന് കയറും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.